നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം. ദശരഥപുത്രനായ രാമ, വീര, അത്ഭുതാജനകമായ നിന്റെ വീര്യം ഞാൻ കേട്ടു. ഒരു വലിയ മുറിച്ച കഥയും എനിക്ക് മനസ്സിലായി. അത്ഭുതവും അചിന്ത്യവുമാണ് ആ ചാപഭഞ്ജനം. ആ വർത്തമാനം കേട്ടിട്ടാണ് മറ്റൊരു വില്ലുമെടുത്ത് ഞാൻ വരുന്നത്. ജമദഗ്നിസുതനായ രാമന്റെ ഘോരചാപമാണിത്. ഇത് കുലച്ച് ശരം തൊടുത്ത് നിന്റെ കൈക്കരുത്ത് കാണിച്ചു തരിക. എന്നാൽ നീ വീരനാണെന്ന് ശ്ലാഘിക്കാം. ദ്വന്ദ്വയുദ്ധവുമാകാം. ഈ ഉഗ്രചാപത്തെ കണ്ട് ഭയപ്പെട്ട് കുലയേറ്റാൻ സാധിക്കുകയില്ലെന്ന് നിശ്ചയിക്കുകയാണെങ്കിൽ പരാജയം സമ്മതിക്കുക, അല്ലെങ്കിൽ എന്നോട് നേരിട്ട് യുദ്ധത്തിനൊരുങ്ങുക. ഏതെങ്കിലും ഒന്ന് ചെയ്യണം, തീർച്ച. പരശുരാമന്റെ വാക്കുകൾ കേട്ട ദശരഥ മന്നവൻ ആകെ തളർന്നു. മുഖം കരിഞ്ഞു. തലയ്ക്ക് മുകളിൽ കൂപ്പിയ കൈകളോടെ ദീനദീനം പറഞ്ഞു: ക്ഷത്രിയന്മാരിലുള്ള കോപം തീർന്ന് ശാന്തനായൊരു അന്തണവര്യനാണ് അവിടുന്ന്. എൻ്റെ പിഞ്ചുകുട്ടികൾക്ക് അവിടുന്ന് അഭയം തരണേ. സ്വാധ്യായാദികളിൽ കഠിന നിഷ്ഠയുള്ള ഭൃഗുവംശ ജാതനാണ് അവിടുന്ന്. ഇന്ദ്രനോട് പ്രതിജ്ഞ ചെയ്ത് ആയുധം വെച്ചതല്ലേ. ധർമ്മിഷ്ഠനായ അവിടുന്ന് ഭൂമിയെല്ലാം കശ്യപന് ദാനം ചെയ്ത് മഹേന്ദ്ര പർവ്വതാരണ്യത്തിൽ തപസ് ആരംഭിച്ചതല്ലേ. എൻ്റെ സർവനാശത്തിനു വേണ്ടിയാണ് അവിടുന്ന് ഇങ്ങോട്ട് എഴുന്നള്ളിയത്. രാമൻ ഒരുവൻ ഹതനായാൽ ഞങ്ങളെല്ലാം അവസാനിച്ചു. മഹാരാജാവിൻ്റെ അഭ്യർത്ഥന വെറുമൊരു ജൽപ്പനം പോലെ കണക്കാക്കിയ പരശുരാമൻ ശ്രീരാമചന്ദ്രനോട് തന്നെ വീണ്ടും പറഞ്ഞു: രാമ, ഈ 2 വില്ലുകൾ ശ്രേഷ്ഠവും ദിവ്യവും ത്രിലോക പ്രസിദ്ധവുമാണ്. ശക്തിയും ഉറപ്പുമുള്ള ഇവയെ വിശ്വകർമാവ് തന്നെ നിർമ്മിച്ചു. ദേവസേനാനിയായിരുന്ന മഹാദേവന് അതിലൊന്ന് കൊടുത്തു. ഹേ രാജകുമാര, ത്രിപുരന്മാരെ നിഗ്രഹിച്ചതും അതിശ്രേഷ്ഠവുമായ ശൈവചാപമാണ് നീ ഒടിച്ചത്. ഇത് സുരന്മാർ മഹാവിഷ്ണുവിന് കൊടുത്തതും ആർക്കും ജയിപ്പാൻ സാധിക്കാത്തതും ത്രിപുരന്മാരെ നശിപ്പിച്ച വില്ലിനോട് തുല്യമായതുമാണ്. അന്ന് സുരന്മാർക്കൊരു സംശയം ഉണ്ടായി. വൈകുണ്ഠപതിക്കോ കൈലാസനാഥനോ ആർക്കാണ് അധികം ബലം? പിതാമഹനോട് അവർ അഭിപ്രായം ചോദിച്ചു. സത്യസ്വരൂപിയായ ബ്രഹ്മദേവനാകട്ടെ ശിവനും വിഷ്ണുവിനും പരസ്പരം വിരോധം ഉണ്ടാക്കിവിട്ടു. ശത്രുഭാവത്തിൽ 2 പേരും ഏറ്റുമുട്ടി. അചിന്ത്യവും രോമാഞ്ചജനകവുമായ അടരാണ് ആരംഭിച്ചത്. അന്യോന്യം വിജയിക്കുവാൻ ആഗ്രഹം ഉദിച്ച ദേവന്മാരുടെ യുദ്ധം കൊടുമ്പിരി കൊണ്ടിരുന്നപ്പോൾ അത്യുഗ്ര പരാക്രമമുള്ള ശൈവചാപം മയങ്ങി മഹാവിഷ്ണുവിൻ്റെ ഹുംകാരത്താൽ ത്രിലോചനൻ സ്തബ്ധനായി. അമരവരന്മാരും ചാരണന്മാരും ഋഷീശ്വരന്മാരും സ്തുതിച്ച് അഭ്യർത്ഥിച്ചപ്പോൾ ആ ലോകനാഥന്മാർ അടങ്ങി. അച്യുതന്റെ ബലത്താൽ ശൈവചാപം അടങ്ങിയത് കണ്ട വിണ്ണോരും മാമുനിമാരും വൈഷ്ണവശക്തിയാണ് നീതിയെന്ന് മനസ്സിലാക്കി സുരലോകത്തിലേക്ക് പോയി. ക്രുദ്ധനായിരുന്ന രുദ്രദേവൻ വിദേഹവംശജാതനായ ദേവരാധ രാജഋഷി വശം ശൈവചാപം ശരത്തോടുകൂടി ഏൽപ്പിക്കുകയും ചെയ്തു. രാമ, വൈഷ്ണവമായ ഈ ചാപം ഉത്തമവും പരപുരഞ്ജയവുമാണ്. ഭൃഗുകുലജാതനായ ഋജീകൻ വക്കൽ ന്യാസമായി ഭഗവാൻ തന്നെ ഇതിനെ കൊടുത്തു. ദിവ്യനും അമേയ തേജസ്വിയും മഹാനുമായ ജമദഗ്നിക്ക് ഋജീകപുത്രനും എൻ്റെ പിതാവുമായ അദ്ദേഹം നൽകി. എൻ്റെ അച്ഛൻ ആയുധം വെച്ച് തപസ്സിൽ ഇരിക്കുമ്പോൾ കാർത്യവീര്യാർജുനൻ ആലോചനാശൂന്യനായി വധിച്ചു. അതികഠിനവും മഹാഘോരവുമായ പിതൃവധം കേട്ട ഞാൻ അനേകം തവണ ക്ഷത്രിയ വംശത്തിൽ ഉണ്ടാകുന്ന രാജാക്കന്മാരെ നിഷ്കരണം സംഹരിച്ചു. ഇങ്ങനെ ഭൂമി മുഴുവൻ വിജയിച്ച ഞാൻ യജ്ഞാവസാനത്തിൽ എല്ലാം പുണ്യവാനായ കശ്യപന് ദാനം ചെയ്തു. ഹേ രാമ, പിന്നീട് ഞാൻ ദേവസേവിതമായ മഹേന്ദ്രപർവ്വതത്തിൽ പോയി തപസ് തുടങ്ങി. നീ ശൈവചാപം ഖണ്ഡിച്ചത് അമ്പരതലത്തിൽ നിന്ന് അമരന്മാർ അത്ഭുതത്തോടെ പറയുന്നത് കേട്ട് ഇങ്ങോട്ട് വന്നു. മുത്തച്ഛൻ്റെയും അച്ഛൻ്റെയും സ്വത്തായ ഈ ദിവ്യ വൈഷ്ണവചാപത്തെ ക്ഷത്രിയധർമ്മം മുൻനിർത്തി വാങ്ങൂ. രാമ, ഈ പള്ളിവില്ല് കുലച്ച് അസ്ത്രം തൊടുക്കുക. ഇതിന് നിനക്ക് സാധിക്കുമെങ്കിൽ ഹേ കാകുത്സ്ഥ, ദ്വന്ദ്വവും ഞാൻ തരാം. ജമദഗ്നിസുതൻ്റെ ഇത്തരത്തിലുള്ള വാക്കുകൾ കേട്ട ശ്രീരാമദേവൻ സാദരം പിതൃസമീപത്തിൽ വന്ന് ഇങ്ങനെ പറഞ്ഞു: അല്ലയോ ഭൃഗുനന്ദന, അവിടുന്ന് ചെയ്ത പ്രവർത്തികൾ ഞാനും കേട്ടിട്ടുണ്ട്. അന്തണശ്രേഷ്ഠനായ അവിടുന്ന് അച്ഛൻ്റെ കടം വീട്ടിയത് ഉചിതമായി ഞാൻ അനുമോദിക്കുന്നു. ഭൃഗുനന്ദന, ക്ഷത്രിയധർമ്മത്തിന് അശക്തനും വീര്യമില്ലാത്തവനുമായി കണക്കാക്കി അവിടുന്ന് എന്നെ അവഗണിക്കുന്നുവല്ലോ. എന്നാൽ എൻ്റെ വീര്യവും കെൽപ്പും കാണുക. പ്രയാസമേതുമില്ലാതെ പരശുരാമൻ്റെ കയ്യിൽ നിന്ന് രഘുരാമൻ വില്ല് വാങ്ങി അടുത്ത നിമിഷത്തിൽ ആ ഉഗ്രകാദണ്ഡം കുലച്ച് ബാണം തൊടുത്തു കഴിഞ്ഞു.
ദ്വിജശ്രേഷ്ഠനായ അവിടുന്ന് എനിക്ക് പൂജ്യനാണ്. ഭഗവാൻ വിശ്വാമിത്രൻ എൻ്റെ ആചാര്യനായതിനാൽ ആ വംശത്തിൽ ജനിച്ച അവിടുത്തെയും ഞാൻ ബഹുമാനിക്കുന്നു. അതുകൊണ്ട് അങ്ങയുടെ വധത്തിനായി ബാണമയക്കുവാൻ വയ്യ. അങ്ങയുടെ ധാർമ്മിക സഞ്ചാരത്തെയോ തപോബലത്താൽ സമാർജിച്ച അതുല്യ പുണ്യലോകത്തെയോ ഏതെങ്കിലും ഒന്ന് ശത്രുപുരങ്ങളെ ജയിക്കുന്ന ഈ വൈഷ്ണവശരം നശിപ്പിക്കും. ഏത് ശക്തിയെയും വീഴിക്കുന്ന വീര്യമേറിയ രാമബാണം വെറുതെയാകുകയില്ല. ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം. ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം.